ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കറണ്ട് എനർജിയുമായിട്ടാണ്. നിങ്ങളുടെ പേഴ്സന്റെ, അതായത് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ തമ്പനിൽ കണ്ട് അട്രാക്ട് ആയി തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പൊ കളക്റ്റീവ് റീഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പൈൽ റീഡിങ്ങും ഉണ്ട്, കളക്റ്റീവ് റീഡിങ്ങും ഉണ്ട്. കളക്റ്റീവ് റീഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു എനർജി എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പൈൽ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്തുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് തിരഞ്ഞെടുക്കാം. അപ്പൊ ഒത്തിരി ആൾക്കാർ പറയുന്നത് പൈൽ എനർജി കൺഫ്യൂസിങ് ആണെന്നാണ്. അപ്പോൾ എല്ലാ വീഡിയോസിന്റെ തമ്പനിലൊന്നും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല അല്ലെ. ചില വീഡിയോസിന്റെ തമ്പനിൽ നിങ്ങളെ പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങൾക്ക് ആകർഷിക്കപ്പെടണം എന്നില്ല അല്ലെ. അപ്പൊ ആകർഷിക്കപ്പെട്ട നിങ്ങൾ ഈ ഒരു വീഡിയോ തുറക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ ക്രിസ്റ്റൽസിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് റോസ് ക്വാർട്സ് ക്രിസ്റ്റൽ. നമുക്ക് എനർജൈസ്ഡ്, ചാർജ്ഡ്, പ്രോഗ്രാംഡ് റോസ് ക്വാർട്സ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ആൻഡ് ഇത് നമ്മുടെ കരിയറിനും അതുപോലെ തന്നെ നമുക്ക് സക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. നമുക്ക് സാമ്പത്തികമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ്. ഇതെല്ലാം ഹൈ ക്വാളിറ്റി ബ്രേസ്ലെറ്റുകളാണ്. ആൻഡ് എക്സ്പെഷ്യലി ഇതിനകത്ത് മാലക്കൈറ്റ്, അമെത്തിസ്റ്റ്, സെട്രിൻ, പൈറൈറ്റ്, ടൈഗറൈ, അവെഞ്ചുറിൻ, അങ്ങനെ ക്ലിയർ കോർഡ്സ്, അങ്ങനെ ഒത്തിരി ക്രിസ്റ്റൽസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഈച്ച് ക്രിസ്റ്റൽ നിങ്ങൾക്ക് വേണ്ടി ചാർജ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എനർജൈസ്ഡ് പ്രോഗ്രാംഡ് ക്രിസ്റ്റൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ സിംഗിൾ ഫോം ഓഫ് ക്രിസ്റ്റൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരുമിച്ചിടാനാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാലക്കൈറ്റ് ക്രിസ്റ്റൽ ഒക്കെയാണ് ഇതിനകത്തുള്ളത്. സോ ഇറ്റ്സ് മച്ച് മോർ എഫക്റ്റീവ്. ആൻഡ് ലവിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ റോഡറിയിട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റോസ് ക്വാർട്സിന് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇനി നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇടണമെങ്കിൽ നിങ്ങൾക്ക് സിട്രിൻ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. സിട്രിൻ ഒത്തിരി നല്ല ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിട്രിൻ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നതിന്റെ റീസൺ, ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും മെസ്സേജ് ചിലപ്പോൾ എത്തുന്നില്ല, ചിലവരുടെ മെസ്സേജ് കാണുന്നില്ല. അതൊക്കെ കൊണ്ടാണ് കോമൺ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടത്. അപ്പൊ ഇതാണ് സിട്രിൻ ബ്രേസ്ലെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജിയോ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഏഞ്ചൽ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏഞ്ചൽ രൂപത്തിലുള്ള കല്ലുകളെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈഗർ ഐൻ്റെ ഇങ്ങനത്തെ ഏഞ്ചൽ, അല്ലെങ്കിൽ ബ്ലാക്ക് ടർമലിൻ്റെ ഇങ്ങനത്തെ ഏഞ്ചൽസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് രാത്രി ദുസ്വപ്നം കാണുന്നുണ്ട്, ഇപ്പോൾ കുട്ടികൾ ദുസ്വപ്നം കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പില്ലോയുടെ അടിയിൽ സർട്ടൻ ക്രിസ്റ്റൽസ് നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് ചൂസ് ചെയ്തിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് പെട്ടെന്നൊരു ഉത്തരം ഞാൻ നൽകിയതാണ്. നമുക്കപ്പോൾ നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്, ഇമോഷൻസ് ആൻഡ് കറന്റ് സ്റ്റേജ് ഓഫ് പേഴ്സൺ ദേ ആർ തിങ്കിങ് അബൌട്ട്. പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് 6 of Swords ആണ് കിട്ടിയിട്ടുള്ളത്. Angels, please guide us. Emotions in this relationship, partners, current feelings towards them. Okay, 5 of Wands കിട്ടിയിട്ടുണ്ട്. Angels, please guide us. Revealing of emotion and relationship, current partners, emotions, feelings towards them. 7 of Pentacles, Ace of Cups. Okay, wow. The Sun. Okay. And എൻ്റെ അഭിപ്രായത്തിൽ കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. കിങ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് തന്നെ നമ്മളോട് പറയുന്നത് ഈ ഒരു കണക്ഷനിൽ നിൽക്കണം എന്നുള്ള താല്പര്യവും ഡിറ്റർമിനേഷനും ഒക്കെ അവർക്കുണ്ടെങ്കിലും
പലപ്പോഴും അവർക്ക് ഈ ഒരു കണക്ഷനിൽ നിൽക്കാനുള്ള ഇന്നർ സ്ട്രെങ്ത് കിട്ടുന്നില്ല എന്നതാണ്. അതുപോലെ ഇപ്പൊ സത്യത്തിൽ നമ്മൾ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം, അല്ലെ? ഇല്ലെങ്കിൽ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. സത്യത്തിൽ ഈ ഒരു കണക്ഷനിൽ മുന്നോട്ട് പോകാൻ അവർ തന്നെയാണ് സ്വയം പുഷ് ചെയ്യുന്നത്. അവരുടെ ചുറ്റും നീ പൊയ്ക്കോ, ഇത് ഓക്കെയാണ്, നിന്റെ കൂടെ ഞാനുണ്ട്, അല്ലെങ്കിൽ എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം, പ്രണയമല്ലേ വലുത്, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിക്കും. ഇപ്പം നിങ്ങളുടെ കണക്ഷനിൽ പ്രശ്നമുണ്ടോ പ്രശ്നമില്ല എന്നതല്ല, ഈ ഒരു പേഴ്സന്റെ കറന്റ് സ്റ്റാറ്റസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയും ഈ വ്യക്തിക്ക് തൽക്കാലം കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് നിൽക്കാനുള്ള ഒരു നമുക്കൊരു ബാക്ക് സപ്പോർട്ട്, അല്ലെങ്കിൽ നിൽക്കുന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ടില്ലേ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു സംഭവമില്ലേ ഒരു കണക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സംഭവം വളരെ കുറവാണെന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബാക്കിലോട്ട് വലിഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള പ്രയോറിറ്റീസിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഈ പേഴ്സൺ മുന്നിലേക്ക് പുഷ് ചെയ്യാൻ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം ഈ പേഴ്സണെ പിന്നിലേക്ക് വലിക്കാനുള്ള ആൾക്കാരുണ്ട്. അത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് എന്താ സംഭവിക്കുന്നത് എന്ന്. പക്ഷേ അവരൊന്ന് മുന്നിലേക്ക് ചായുമ്പോൾ പിന്നിലേക്ക് വലിക്കാൻ 10-15 കൈകളുണ്ട് എന്നതാണ് സത്യം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഒരിക്കലും മുന്നിലേക്ക് വരും, ഒരു ദിവസം ഭയങ്കര സ്നേഹം കാണിക്കും, പിന്നെ നമ്മളെ വേണ്ടാതെയാകും, ഇതെന്താ ഇതിനർത്ഥം എന്ന രീതിയിൽ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥം ഇതാണ്, മുന്നിലേക്ക് ചവിട്ടുമ്പോൾ പിന്നിലേക്ക് വലിക്കാൻ ഒത്തിരി മാനിപ്പുലേറ്റീവ് എനർജീസ് ആൻഡ് ഈവൻ അവരെ റൂട്ടിൽ പിടിച്ച് ഇളക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാനിപ്പുലേറ്റീവ് എനർജീസ് ചുറ്റുമുണ്ട്. അത് ആരാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ വഴക്കടിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ കോൺഫ്ലിക്റ്റും ആ വ്യക്തിയുമായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. ആ വ്യക്തിയുടെയും നിങ്ങളുടെയും കൺസെപ്റ്റ്, ആ തേർഡ് പാർട്ടിയുടെ കൺസെപ്റ്റ് വളരെ ഡിഫറെന്റ് ആയിരിക്കാം എന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം നിങ്ങളുടെ പേഴ്സൺ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ തന്റെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനല്ല, തന്റെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യത്തേ ഇല്ല. ഓക്കെ, കാരണം നമുക്ക് നമ്മുടെ ലോകത്ത് ഒത്തിരി കൈൻഡ് ഓഫ് സ്വഭാവമുള്ള വ്യക്തികളുണ്ട്. ചിലവര് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ വന്നാല് പാർട്ട്ണറിനെയും കൂടെ കാർന്ന് തിന്ന് പാർട്ട്ണറും കൂടി സങ്കടം ഉണ്ടാക്കി വിഷമം ഉണ്ടാക്കുന്ന സ്വഭാവക്കാരായിരിക്കും. എന്നിട്ട് വീട്ടിലും റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്കുമൊക്കെ ആകെ മൊത്തം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും. ചിലരാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോയാൽ നമുക്ക് അറിയത്ത് പോലുമില്ല അവരുടെ മനസ്സിൽ എന്തോരം ടെൻഷൻസും വെപ്രാളവും ഉണ്ടെന്ന്. അവർ കഴിവതും നമ്മളുമായിട്ടുള്ള സംസാരം കുറയ്ക്കും, അല്ലെങ്കിൽ കോണ്ടാക്ട് കുറയ്ക്കും. അതായത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. അതായത് അവരുടേതായിട്ടുള്ള ടെൻഷൻ നമ്മളും കൂടി അറിഞ്ഞിട്ട് പിന്നെയും നമുക്ക് സ്ട്രെസ് വേണ്ട, അവരറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ട് നമുക്ക് വിഷമം ഉണ്ടാവേണ്ട കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നവരാണ് അങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടീസിനെ മുൻനിർത്തി ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് അവരെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ ആരും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ഇമോഷണലി എന്നൊരു ചിന്തയുണ്ട്. അവരെല്ലാവർക്കും ഗാർഡിയൻ ഏഞ്ചലാണ്, പക്ഷെ അവരെ ഡിഫെൻഡ് ചെയ്യാനോ അവരെ ഗാർഡ് ചെയ്യാനോ ആരുമില്ല, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ അവരുടെ ജീവിതത്തിൽ ആരുമില്ല എന്ന കൈൻഡ് ഓഫ് ഇമോഷണൽ ട്രോമയിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട്, ആൻഡ് അത് വളരെ ഡെപ്തിലാണ് നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ റൂട്ട് വളരെ ഡെപ്തിലാണ് നിങ്ങളുടെ ഇമോഷൻ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ആൻഡ് സത്യത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പല പല ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പല സമയങ്ങളും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പല പല സമയങ്ങളിൽ നിങ്ങൾക്ക് ലവ് എഫക്ട് വരുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ലവ് എഫക്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് മിസ് ചെയ്യും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് ചിരി വരും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് സങ്കടം വരും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഓർമ്മ വരും, ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻസിഡന്റുകൾ മനസ്സിൽ കൂടെ കയറി വരും. അങ്ങനത്തെ ലവ് എഫക്റ്റുകൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് വരാറുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കണക്ഷനില് ഈ പേഴ്സൺ ഏസ് ഓഫ് കപ്സ്, അതായത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ ഒരു പ്രണയം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ എന്റെ അഭിപ്രായത്തിൽ പെട്ടെന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഈ പേഴ്സൺ കയറി വന്നതായിരിക്കാം. ആദ്യം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക്
കയറി വരും. ദ സൺ, നിങ്ങളുടെ സൂര്യനാകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. തന്റേതായിട്ടുള്ള ഇമോഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും എക്സ്റ്റേണൽ എനർജിയിലും മാനിപ്പുലേഷനിലും വീണു പോകുന്നത് കൊണ്ട് തന്നെ എന്താണ് സത്യം, എന്താണ് കള്ളത്തരം, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് ന്യായം ഇല്ലാത്തത് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഡീപ്ലി നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ജസ്റ്റിസിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതായത് ആരുടെ ഭാഗത്താണോ ന്യായം അവിടെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ പേഴ്സൺ അറിയാം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് പലപ്പോഴും ന്യായമുള്ളത് എന്ന്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ അവർ തന്നെ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറച്ചും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള ഫീലിങ്സ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവരെ നേരിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും വളച്ചു കുത്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ജെന്യുവൻലി അവർക്ക് നിങ്ങളുടെ അടുത്ത് ഡിസയർ ഉണ്ട് എന്നും എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് ചിലപ്പോൾ അവർ നേരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കറക്കി കുത്തി പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ജെന്യുവിൻ തന്നെയാണ് എന്നതാണ്. ഹാർട്ട് ടു ഹാർട്ട് ലെവൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. കാരണം ബോട്ടം ഓഫ് ദ ഡെക്കിൽ എനിക്ക് കിട്ടിയത് വേൾഡ് കാർഡാണ്. അതായത് ഹൃദയം ടു ഹൃദയം ലെവലിൽ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. പലപ്പോഴും നിങ്ങളുടെ കണക്ഷൻ കാരണം നിങ്ങൾക്ക് പല സ്ഥലത്തും ഷിഫ്റ്റ് ചെയ്യേണ്ടതും നിങ്ങളുടെ പല തീരുമാനങ്ങളും മാറ്റേണ്ടതും ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ആൻഡ് എന്തിനാണാവോ ഞാൻ അതൊക്കെ ചെയ്തത് എന്ന രീതിയിൽ നിങ്ങളും അവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിഷമിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേൺ ആയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി തന്നെയാണ്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്, വീണ്ടും നിങ്ങളുടെ ഈഗോയെ ഛേദിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കയറിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ആ ഒരു തിടുക്കം, ആ ഒരു അർജൻസി ഉണ്ട് നിങ്ങൾ ഒന്നിക്കുന്ന ആ ഒരു മൊമെന്റ് ആസ്വദിക്കാൻ, നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം രണ്ട് സോളിനും ഉണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ കറന്റ് ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര മിക്സ്ഡ് ആണ്. ലവ് ഉണ്ടോ, ഉണ്ട്. ഡിസയർ ഉണ്ടോ, ഉണ്ട്. അട്രാക്ഷൻ ഉണ്ടോ, ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ വേണോ, ഉണ്ട്. ഈ കൈൻഡ് ഓഫ് രീതിയിൽ. പക്ഷെ ചലഞ്ചസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഈ പേഴ്സൺ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ സത്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്റെ സ്വപ്നങ്ങളുടെ ആ ഒരു ഇമോഷനിലേക്ക് വരാൻ ഈ ഒരു പേഴ്സൺ ഒത്തിരി വിഷമിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റാവിങ് എന്ന് പറയില്ലേ, ആ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വിശക്കുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഒരു രീതിയിലുള്ള ഇമോഷൻ ഉള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം ഡിപ്പെൻഡന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളിൽ ഡിപ്പെൻഡ് ആയി തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഫൈനൽ വേർഡ് എന്ന രീതിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു പോസിറ്റീവ് പദവി, ഒരു ഡിവൈൻ ലവ് എനർജി, അല്ലെങ്കിൽ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു നൈറ്റ് ലൈറ്റ് എനർജി തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നല്ലൊരു രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു ഇമോഷനിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ടച്ച് വുഡ് ആണ്, അതായത് ഭാഗ്യമാണ് എന്ന രീതിയിലും. ആൻഡ് നിങ്ങൾക്കാണ് ഇവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ സാധിക്കുക. പല രീതിയിലും സാറ്റിസ്ഫാക്ഷൻ നൽകാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ് എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ദൈവം നിങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പല പല ചാനൽസ് തുറന്നു തരും, പല പല വഴികൾ തുറന്നു തരും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോ ഇവർ സ്വയമേ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയതായിരിക്കാം, പക്ഷെ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ വഴികൾ അല്ലെങ്കിൽ ചാലുകൾ തുറന്നു വിടും യൂണിവേഴ്സ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ ചാലുകൾ നിങ്ങളുടെ അടുത്ത് തുറന്നു കിട്ടുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത് ന്യൂ കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ പോപ്പ് ചെയ്ത കണക്ഷൻ ആണെങ്കിൽ ഈ കണക്ഷന്റെ വൈബ്രേഷനിൽ ഭയങ്കരമായി ഫ്യൂച്ചർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ കണക്ഷൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ലെവൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനും യൂണിവേഴ്സ് ഉത്തരം തന്നിട്ടുണ്ട്. നിങ്ങളുടെ കണക്ഷനിൽ ഇനിയും ചാനലുകൾ
ഇടാനുള്ള സാധ്യതയുണ്ട്, ചാലുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഈവൻ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ മാറാനുള്ളതും നിങ്ങളുമായിട്ട് യുണൈറ്റ് ആവാൻ ഹാർട്ട് കണക്ഷൻ വരാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, സോ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൽ ഇരിക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹോപ്പ് ഇല്ലാത്തടത്തും യൂണിവേഴ്സിന് ഹോപ്പ് ഉണ്ട് എന്നതാണ് സത്യം. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇത് ഒരിക്കലും ഒരു ക്രഷ് റീഡിംഗ് അല്ല. ഇത് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഇതൊരു ക്രഷ് റീഡിംഗ് അല്ലാതെ സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല. ഇത് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ്. ബിക്കോസ് കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ സാഹചര്യമായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റീഡിങ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ പേഴ്സന്റെ പ്രസന്റ് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഡിറ്റർമിനേഷൻ ഉണ്ട്. പക്ഷെ ഈ വ്യക്തിയെ പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലേക്ക് നിൽക്കാനായിട്ട് ഒരു കാര്യം അയാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ചലഞ്ചസ് ഫേസ് ചെയ്ത് സ്വയമേ സ്റ്റാൻഡ് ചെയ്യുന്നതല്ലാതെ ഇതിൽ നിൽക്കാനുള്ളൊരു അല്ലെങ്കിൽ ഒരു പുഷ് ഇത് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ എന്താണ് കാരണം? അങ്ങനെ ഒരു കാരണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നിൽക്കാൻ ഒരു കാരണം എന്നത് അട്രാക്ഷൻ ആകാം, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മനസ്സമാധാനമാകാം, സന്തോഷമാകാം, മേ ബി ചിലപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആകാം. എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെ പിടിച്ചു നിർത്താനുള്ളൊരു വള്ളി അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ്, ഗ്രിപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചാലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ആ ഗ്രിപ്പ് വിട്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സത്യത്തിൽ അവർ അവരുടേതായിട്ടുള്ള എഫേർട്ട് എടുത്ത് നിൽക്കാൻ ഇത്ര കാലം നിൽക്കും. അത് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് കാര്യത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു നേട്ടമോ അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം, അല്ലെ? നേട്ടത്തെക്കാൾ ഉപരി നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നൊരു കാരണം നമുക്കുണ്ടായിരിക്കണം. അതായത് അപ്പൊ ചോദിക്കും പ്രണയത്തിൽ എന്ത് കാരണമെന്ന്. ഒരാൾക്ക് നിങ്ങളോട് പ്രണയം തോന്നാൻ ഒരു കാരണമില്ലേ, അല്ലേ? അപ്പൊ ആ ഒരു പ്രണയം പിന്നെയും അയാൾക്ക് നമുക്ക് തോന്നുന്ന ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഉണ്ടാകാനൊക്കെ ഒരു കാരണമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു സർപ്രൈസിങ് ഇഫക്റ്റ് കൊണ്ടുവരാ. കാരണം എന്നും ഒരേ കാര്യം ഒരേ വഴക്ക് തന്നെ കൊണ്ടുവരാതെ പുതുമ കൊണ്ടുവരിക, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആകുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ന്യൂ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ആയ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക, അവരുടെ കരിയറിനെ കുറിച്ച് സംസാരിക്കുക, അവർക്ക് കരിയറിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുക. അത് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഇതുപോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോകരുത്, നിനക്ക് എന്തറിയേണ്ട കാര്യത്തിന് എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ തലയിടുകയല്ല, അവർക്ക് ക്രിയേറ്റീവായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതി എന്താണോ ആ ഒരു രീതിയിൽ നിങ്ങൾ പെരുമാറാൻ ശ്രമിച്ചാൽ ഞാനിതിൽ നിൽക്കുന്നതിന് കാരണമുണ്ട്, അല്ലെങ്കിൽ അവൾ എന്റെ ആണ്, അല്ലെങ്കിൽ എന്റെ അച്ചീവ്മെന്റ് ആണ്. ഓൾറെഡി നിങ്ങൾ അവരുടെ അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷെ എന്നാലും എപ്പോഴും എന്തിലെങ്കിലും ഒരു പുതുമ ഉള്ളപ്പോഴാണ് നമുക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിൽക്കാൻ. കാരണം നമുക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ കാത്തിരിക്കാനുള്ള പണ്ടത്തെ പ്രണയങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ കാത്തിരുന്നാണ് കാണുന്നത്, അല്ലെ? പക്ഷെ നമുക്കിപ്പോ ഒരു ഒറ്റ ഞൊടിയിൽ ഈ പേഴ്സണെ കിട്ടുന്നത് കൊണ്ട് ആ ഒരു കാത്തിരിപ്പിന്റെ ഇഫക്റ്റ് പോലും പലപ്പോഴും നമ്മുടെ പ്രണയത്തിൽ കിട്ടുന്നില്ല. നമുക്ക് ഉടനടി അവരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആ ഒരു പഴയ കാലത്തെ 90s കാലങ്ങളുടെ പ്രണയത്തിന്റെ ആ ഒരു പവർ ഈ കാലത്തിൽ പലപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പുകൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കാലം മാറുമ്പോൾ നമ്മൾ മാറണമെന്നാണല്ലോ. അപ്പൊ ഈ ഒരു ഇതില് എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ളൊരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു കൗതുകം, ഒരു സർപ്രൈസ് എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം പണ്ട് അതുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടിയപ്പോ ആ ഒരു അർജ്, ആ ഒരു എനർജി, അതിൽ നിൽക്കാനുള്ള ആ ഒരു വില്ലിങ്നെസ്, ആ ഒരു പുഷ് അത് നശിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ നശിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഗൗരവത്തിൽ കാര്യങ്ങൾ നോക്കുക എന്നതാണ് പറയാനുള്ളത്. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് ഫർദർ മോർ പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് പ്രോഗ്രാമിന്റെ ക്രിസ്റ്റൽസോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.